രക്ഷകള് ഒപ്പിടുന്ന രേഖകൾ എല്ലാം കർത്താവിനെ നിരീക്ഷണത്തിലേക്ക് കൊണ്ടുവരുന്നു. കർത്താവ്, ഇതെല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ യോഗ്യത കൊണ്ടല്ല, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെടുകയും ഞങ്ങൾക്ക് വേണ്ടി മുൾക്കിടം ചൂടുകയും ഞങ്ങൾക്ക് വേണ്ടി കുരിശ് മരിക്കുകയും ഞങ്ങളെ സ്വന്തം ജീവനേക്കാൾ വലുതായിട്ട് സ്നേഹിക്കുകയും ചെയ്യുന്ന അങ്ങനെ സ്നേഹത്തെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് മുൾക്കിടത്തെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ തിരുവാല മുറിവിനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ മരക്കുരിശിനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ് ഗെത്സെമന്റെ തിരുവീഥികളിലൂടെ ജെറുസലേമിന്റെ തിരുവീഥികളിലൂടെ മുൾക്കിടം ചൂടിക്കൊണ്ട് ചോര പങ്കെല്ലാം നടന്നു പോയ ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ മഹത്തായ സമർപ്പണത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, നിന്റെ സ്നേഹം തിരിച്ചറിയാൻ കഴിയാത്തതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തമെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെ ഓർക്കാതിരുന്ന നിമിഷത്തെ ഓർത്തുകൊണ്ടും നിന്നെ ഓർത്തുപോലെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഓർത്തുകൊണ്ടും ഇപ്പോൾ മാപ്പാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്നെ ഞങ്ങളുടെ കരുണ കാണിക്കണമേ. കർത്താവെ, ശത്രുക്കൾ ഉഴുതു മറച്ചതിൻ്റെ മുതുകിലാണല്ലോ എന്ന് ഞങ്ങൾ വായിക്കുമ്പോൾ കണ്ണ് നിറയുന്നു. കർത്താവെ, അതേ ദൈവസ്നേഹത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തെ ആശ്രയിക്കുന്ന ഒരു മകൻ പോലും ഒരു മകൾ പോലും കർത്താവെ വേദനിക്കുവാനോ അബാൻഡൻ ചെയ്യാനോ ഇടയാക്കില്ലെന്ന് പ്രാർത്ഥിക്കുന്നു. ഐ വിൽ നോട്ട് അബാൻഡൻ യു ഫോർ അറ്റ് എനി കോസ്റ്റ് എന്ന് പറഞ്ഞു കർത്താവെ, ആ വചനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അങ്ങയുടെ മക്കൾക്കൊരു യോഗ്യതയില്ലെങ്കിലും കർത്താവെ, ഒരു യോഗ്യതയുമില്ലാത്ത മക്കളുടെ നിലനിൽപ്പിനായി പ്രാർത്ഥിക്കുന്നു. അതിജീവനത്തിനായി പ്രാർത്ഥിക്കുന്നു. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനുമുള്ള ക്രിസ്തീയ വിശ്വാസികൾക്കായി പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനുമുള്ള ക്രൈസ്റ്റിനെ ഹോണർ ചെയ്ത് ജീവിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ സമാധാനം എവിടെയാണോ ലോകം മുഴുവനുമുള്ള ഞങ്ങളുടെ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലായിടത്തും നല്ല സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാക്കുന്ന രീതിയിൽ, സമാധാനം സുസ്ഥാപിക്കുന്ന രീതിയിൽ എല്ലായിടത്തും ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ. പരിശുദ്ധ ദേവമാതാവിനെ ഏൽപ്പിച്ചുകൊണ്ട് പരിശുദ്ധ ഈശോമിശിഹായുടെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട, നമുക്ക് ശിരസ് സംബന്ധമായ, ശിരസ് എന്ന് പറഞ്ഞ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം, ഏറ്റവും വലിയ കേന്ദ്രം, ശിരാകേന്ദ്രം എന്ന് പറയുന്നത് ശിരസ്സാണ്. എല്ലാം നിയന്ത്രിക്കുന്നത് ശിരസിനെ കുറിച്ച് ബൈബിളും പറയുന്നത് ശിരസ് തന്നെയാണ് ശരീരത്തിന് ഏറ്റവും വലിയ അവയവം എന്നാണ്. ശിരസിനെ കുറിച്ച് 1-2 വചനങ്ങൾ നമുക്ക് വായിക്കാം. എന്നിട്ട് ഞാൻ ആ വിഷയം പറയത്തില്ല, വേറൊരു വിഷയം പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത് വായിക്കുന്നത്. നമ്മുടെ എഫെസ്യസ് 4:15 പ്രസ്തുത സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസ്സായ ക്രിസ്തുവിലേക്ക്, ക്രിസ്തു ആരാണ്? ശിരസ്സാണ്. ശിരസ്സായ ക്രിസ്തുവിലേക്ക് എല്ലാ വിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നു.